ഇന്നലെ രാത്രി സംശയത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത കണ്ടെയ്നർ ലോറിയിൽ എന്താണെന്ന് ദുരൂഹത തുടരുകയാണ്. രാജസ്ഥാൻ സ്വദേശികളായ മൂന്ന് പേരെ പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെത്തുന്നു. പക്ഷേ അതിലൊരാൾ തന്ത്രപൂർവ്വം ഓടി രക്ഷപ്പെട്ടു എന്നാണ് വാർത്ത. കണ്ടെയ്നർ ലോറി ഉടൻ തുറന്ന് പരിശോധിക്കും പോലീസ്. ഊട്ടിയിൽ നിന്നൊരു കാർ കവർന്ന് കടത്തിയതാണോ എന്ന സംശയം പോലീസിനുണ്ട്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യും. റാഫി, വിശദാംശങ്ങൾ. SKN കവർച്ചാ സംഘം എന്ന സംശയത്തെ തുടർന്നാണ് പനങ്ങാട് പോലീസ് ഇന്നലെ ഒരു കണ്ടെയ്നർ ലോറിയെയും 3 പേരെയും കസ്റ്റഡിയിലെടുത്തത്. പനങ്ങാട് നെട്ടൂർ വച്ചായിരുന്നു ഇവരെ കണ്ടെയ്നർ തടഞ്ഞു നിർത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ കണ്ടെയ്നറാണ് എനിക്ക് പിറകിൽ കാണുന്നത്. രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള ഈ കണ്ടെയ്നറിൽ 3 രാജസ്ഥാൻ സ്വദേശികളാണ് ഉണ്ടായിരുന്നത്. കവർച്ചാ സംഘമാണ് എന്നായിരുന്നു പോലീസിന് രഹസ്യ വിവരം ലഭിച്ചത്. പാലിയക്കര ടോൾ പാസ് ചെയ്ത് പോയതിനു ശേഷം ഈ കണ്ടെയ്നറിനെ കൃത്യമായി പോലീസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അതിനുശേഷം നെട്ടൂരെത്തിയപ്പോൾ പോലീസ് സംഘം ഈ കണ്ടെയ്നർ തടഞ്ഞു നിർത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇതിൽ 3 പേരുണ്ടായിരുന്നതിൽ നിന്ന് ഒരാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് രാത്രിയിൽ ബാത്റൂമിൽ പോകണമെന്ന് ഇയാൾ ആവശ്യപ്പെട്ടു. അതിനെ തുടർന്ന് പോലീസുകാരൻ ഇയാളെ മൂന്നാമത്തെ ആളെ ബാത്റൂമിൽ എത്തിച്ച് ഇതിനുശേഷം പോലീസ് സ്റ്റേഷനിലെ ബാത്റൂം അകത്ത് നിന്ന് ലോക്ക് ചെയ്തതിന് ശേഷം ജനൽ പൊളിച്ചാണ് ഇയാൾ പുറത്തേക്ക് കടന്നത്. ആ നിലയിലാണ് ഇവിടെ നിന്ന് മൂന്നാമത്തെ ആൾ ഓടി രക്ഷപ്പെട്ടത്. ബാക്കി 2 പേരും ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെ വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുക. ഒപ്പം തന്നെ ഈ കണ്ടെയ്നർ പോലീസ് തുറന്ന് പരിശോധിച്ചിരുന്നു. ഇന്നലെ തന്നെ കണ്ടെയ്നറിൽ കാറ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ ലഭിച്ച വിവരങ്ങൾ. അതിന്റെ സൂചനകൾ പോലീസിന് ലഭിച്ചു. ഒപ്പം തന്നെ കണ്ടെയ്നറിനകത്തു നിന്ന് ഗ്യാസ് കട്ടറുകൾ അടക്കമുള്ള വസ്തുക്കൾ പോലീസിനെ കണ്ടെത്താനും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കവർച്ചാ സംഘമാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പനങ്ങാട് പോലീസ് ഉള്ളത്. എന്തായാലും ഈ കണ്ടെയ്നർ തുറന്ന് വിശദമായി പരിശോധന നടത്തേണ്ടതുണ്ട്. എന്നാൽ മാത്രമായിരിക്കും ഈ കവർച്ചാ സംഘമാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരിക. ഒപ്പം തന്നെ ഇവിടെയുള്ള ഈ നിലവിൽ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള രാജസ്ഥാൻ സ്വദേശികളെയും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവരെ ചോദ്യം ചെയ്താലും കൂടുതൽ വിവരങ്ങൾ പോലീസ് ലഭിക്കും. എന്തായാലും ഒരു പ്രതി ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രതി എന്ന് പറയാൻ കഴിയില്ല. സംശയത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒരാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയാണ് അയാൾ രക്ഷപ്പെട്ടത്. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും വളരെ ഊർജിതമായി നടന്നു വരികയാണ്. SKN. താങ്ക് യു റാഫി കരീം.